ഒരു ജംഗ്ഷനാണ്. ഇതെന്ന് വെച്ചാൽ കുന്നുമ്മ കാവാലം എന്ന് പറയുന്ന കുന്നുമ്മ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ഒരു കടവിലേക്ക് ബോട്ട് ഇപ്പം വന്നത്. വന്ന് കയറി എല്ലാവരും ഇറങ്ങി. എല്ലാ സഹയാത്ര കുട്ടികളും മുതിർന്ന ആൾക്കാരെല്ലാം ഇറങ്ങി. ഇപ്പം അവസാനം വേണ്ട ആ ഒരു കുട്ടി മാത്രമുണ്ട് ഇറങ്ങാനുണ്ട്. അയാളെ ഇവിടെ ഈ ഒരു കടവ് പറഞ്ഞു. അതേ സമയത്ത് 2 പേര് അവിടുന്ന് കയറാനുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്ന ഈ ഒരു കടവെന്ന് പറയുന്നത് രാജപുരം എന്ന് പറയുന്ന കടവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ നിന്ന് കയറിയത് കാവാലത്തിനാണ്. ഞാൻ ആദ്യം പറഞ്ഞു, കാവാലം എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു പ്രദേശമാണ്. ആ കാവാലത്തിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ തട്ടാശ്ശേരി. അപ്പോൾ സത്യം പറഞ്ഞാൽ തട്ടാശ്ശേരി എന്ന് പറയുന്ന ഒരു കടവിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ എനിക്ക് അറിയാതെ പോയി തട്ടാശ്ശേരി കടവ് ഏതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തട്ടാശ്ശേരി കടവ് കഴിഞ്ഞിട്ടാണ് ഈ പോരുന്നത്. അപ്പോൾ പിന്നീട് വീണ്ടും തട്ടാശ്ശേരി കഴിഞ്ഞിട്ട് ഈ രാജപുരം വന്നിട്ട്, ഈ രാജപുരമാണ് ഈ ഒരു ബോട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ തട്ടാശ്ശേരിയിൽ നിന്ന് ഇവിടം വരെയുള്ള 8 രൂപയുടെ ടിക്കറ്റ് കൂടി വീണ്ടും എടുത്തു. അപ്പോൾ മൊത്തം 24 രൂപയുടെ ടിക്കറ്റ് ചാർജായി എനിക്ക്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി കാഴ്ചകളാണിത്. രാജപുരം എന്ന് പറയുന്ന സ്ഥലമേ. സൈഡിലൊക്കെ വീടാണ് കേട്ടോ. അടിപൊളി ഒരു വെള്ളം കിടക്കുന്നത്, അതിഗംഭീരമായൊരു വെള്ളം. മാങ്ങയൊക്കെ നിൽക്കുന്നുണ്ടോ, ഇഷ്ടമാതിരി മാങ്ങയുണ്ട്. ഇതാ ഈ വെള്ളം എന്ന് പറയുന്നത് കട്ടി കുറഞ്ഞ് ഫൈബർ നിർമ്മിച്ച വെള്ളമാണിത്. ഇത് ഇവിടെ റെൻറ്റിന് കൊടുക്കുന്ന വള്ളങ്ങളാണ്. ഇത് റെൻറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടില്ലേ, വിശാലമായൊരു പാടം, വിശാലമായ ഇത്തരം പാടങ്ങളാണ്. ഈ പാടത്തേക്ക് കളനാശിനികളൊക്കെ അടിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. വിദൂരസ്ഥമായ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ കളനാശിനികൾ ഈ പറയുന്ന ഇപ്പം കാണിച്ച ആ വള്ളത്തിൽ കയറ്റി വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവിടെ എല്ലാം കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ആറ് നമ്മൾ കണ്ടല്ലോ, ആറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൊണ്ട് അടുപ്പിച്ചിട്ട് ആ കീടനാശിനികളായിട്ട് ഇതിനിടയ്ക്കൂടെയൊക്കെ സഞ്ചരിച്ച് ഏത് വയലാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്നത് കളനാശിനി അവിടെ അടിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ റെൻറ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? വള്ളത്തിൻ്റെ റേറ്റ് പെർ ഡേയിലേക്ക് 50 60 രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റൊക്കെ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതായത് കണ്ടോ, ഇത് മുട്ടവെള്ളം എന്നായി പറയുന്നത്. മുട്ടവെള്ളം അതിന് 60 രൂപയാണ്, ബാക്കി ഇതിനൊക്കെ 50 രൂപ. സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഒരു സംവിധാനം ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ. 2-3 വള്ളങ്ങൾ ഇവിടെ കാണാം. ഇത് അവരുടെ ഒരു വീടാണ്. ഈ വീട്ടുകാരാണ് അത് കൊടുക്കുന്നത്. ഇതാണ് ഈ പറഞ്ഞ ആറ്. അതായത് ഇത് പമ്പയാറിൻ്റെ ഒരു കൈവഴിയാണ് ഈ ഒരു ആറെന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അന്നേരം ഇവരുടെ ഒരു ഗോഡൗണാണത്. അപ്പോൾ അവരുടെ തന്നെയാണ് ഈ പറയുന്ന ഈ വലിയ വള്ളം കണ്ടില്ലേ, അത് ഓരോ വലിയ വള്ളമാണ്. അത് നേരത്തെ നമ്മളെ നെല്ലും ഇതെല്ലാം കൂടെ ഇത് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വള്ളമാണിത്. ഇവിടെ തന്നെ ഇവരുടെ ഷോപ്പിൽ വിവിധങ്ങളായ ഇതിനാവശ്യമുള്ള കളനാശിനികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെയിലുണ്ട്. അപ്പോൾ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഈ ഒരു കടവിലത്തിലുണ്ട്. ഇത് കണ്ടില്ല, ഒരു ഘടാഘടീനായ ഒരു വള്ളം. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഈ വള്ളമൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. മാങ്ങ അടർന്നു, മാങ്ങ പറിക്കുന്നു. മുങ്ങി പോകത്തില്ല അത്.
വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു പൂന്തോട്ടം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. അടിപൊളിയാണ്. കക്ക വരും. സത്യം പറഞ്ഞാൽ എത്ര സമ്പന്നമായ കാഴ്ചയാന്ന് പോലും. കള്ള് ചെത്തി എടുത്തിട്ട് വരുമല്ലോ. ഓക്കെ. നമ്മൾ കണ്ട ഈ ഒരു പാടമില്ലേ, പാടശേഖരമില്ലേ, ഈ പാടശേഖരം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 16,000 ഏക്കർ ഭൂമിയാണ് കിടക്കുന്നത് പറയുന്നത്. 16,000 നമ്മുടെ ഈ കാണുന്ന ഇത്രയും. മനസ്സിലായോ? ഇതിനങ്ങേ കരയ്ക്കെന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് അങ്ങേ എൻഡിൻ്റെ അപ്പുറത്ത് ഇതേപോലെ ഉണ്ട്. അത് ഏകദേശം 24,000 ഏക്കർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് വരുന്ന റോഡ് താണ്ടി ഇവിടെ വന്ന് അവസാനിക്കുക. ഇവിടെ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ ചങ്ങനാശ്ശേരിയൊക്കെ പോകുന്ന ഭാഗങ്ങളാണ്. പിന്നെ അത് അങ്ങോട്ട് പിന്നെ കോട്ടയമാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ പാടശേഖരങ്ങൾക്ക് ഇവിടെ പറയുന്നത് കായൽ എന്നാണ് പറയുന്നത് കേട്ടോ. അത് അങ്ങോട്ട് കായലുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അങ്ങോട്ട് ഇതേപോലെ കായൽ അങ്ങോട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനാരും എന്ത് കായൽ? അപ്പോൾ ഈ പാടശേഖരത്തിനാണ് അവർ കായൽ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രാദേശികമായി പറയുന്നതായിരിക്കാം. മനസ്സിലായോ? ഇത് നമ്മുടെ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചില്ലേ? ഇത് ഷാപ്പിൽ ആവശ്യത്തിന് വേണ്ടിയാണ്. മെയിൻലി എന്ത് ഉദ്ദേശിച്ചു? അവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ പുറത്തുനിന്ന്. ഗസ്റ്റ് വരുന്നു. ഒരു മാസത്തിനൊക്കെ ഇത് കൊയ്യും ഇവിടെ. എന്നിട്ട് അതൊക്കെ അവിടുന്ന് എങ്ങനെ ഇങ്ങനെ നെല്ല് കൊണ്ടുവരുന്നത്? ചുമന്ന് കൊണ്ടുവരും. അത്ര അകലത്തുനിന്നൊക്കെ എങ്ങനെ മെഷീൻ അടിക്കുന്നു പറയാം? വിത്ത് മെഷീൻ അടിച്ച് അവിടെ തന്നെ ചാക്കിനകത്ത് ആക്കി സ്റ്റോക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് കുത്തും. നമ്മൾ പടുതായിട്ട് കൊടുക്കും. അതാ വണ്ടിക്കകത്ത് തന്നെ കൊണ്ടുവരും. വണ്ടിക്കകത്ത് സ്റ്റോക്ക് ചെയ്യും. വണ്ടിക്കകത്ത് സ്റ്റോക്ക് ചെയ്തിട്ട് അതിങ്ങി വരും. ഇത്ര 8 കിൻഡൽ 7 കിൻഡൽ 6 കിൻഡലൊക്കെ കൊള്ളുന്ന വണ്ടിയാണ്. അത് കൊയ്ത് എല്ലാവരും നിറഞ്ഞു കഴിയുമ്പോൾ അവർ നേരെ നമ്മളെ പടുത കെട്ടിക്കൊടുക്കണം. വിരിച്ചിട്ട് കൊടുക്കും. അതേ കൊണ്ട് കുത്തും. അടുത്ത ആൾക്കാരുടെ നമ്മുടെ തീർന്നു കഴിയുമ്പോൾ അടുത്ത ആൾക്കാരുടെ അതിൻ്റെ അപ്പുറം അത് കൂട്ടും. സത്യത്തിൽ ഇതൊക്കെ കുട്ടനാടിൻ്റെ ഒരു പ്രദേശമില്ലേ? ഇത് കുട്ടനാടിൻ്റെ വടക്കും ഭാഗമാണ്. കുട്ടനാടിൻ്റെ വടക്കും ഭാഗമാണ്. കാവാലം പഞ്ചായത്തിൻ്റെ വടക്കും ഭാഗം. കാവാലം പഞ്ചായത്ത് അങ്ങ് ഏറ്റവും മുതൽ അങ്ങോട്ട് തുടങ്ങിയതല്ലേ? അങ്ങ് തെക്കാണ് പഞ്ചായത്ത്. വെളിനാടിൻ്റെ ഒരു ഭാഗം വരെ കാവാലം പഞ്ചായത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് 1-ാം വാർഡ് 2-ാം വാർഡായിട്ട് വരും. അങ്ങനെ വരുമോ? കരക്കൂടി വരും. ഓക്കെ. അപ്പോൾ 2 വാർഡുകളാണ് ഇവിടെ. 1, 2, 3 ഇവിടെ അടുത്ത് തന്നെ. പിന്നെ അതിൻ്റെ കിഴക്കോശം 4, 5, 6, 7 അങ്ങനെ. പിന്നെ 8, 9, 10 ഇത്ര. അപ്പോൾ കാവാലത്തിൻ്റെ വടക്കേ ഭാഗമാണ്. അതാണ് പേരെങ്ങനെയാണ്? എൻ്റെ പേര് സന്തോഷല്ലേ? പോയിക്കോട്ടെ. ഞാനിപ്പോൾ ആലപ്പുഴ ബോട്ട് കെട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തൊട്ട് ബാഗിൽ കിടന്ന ആ ബോട്ടാണ് നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നത്. രാവിലെ 9:15 ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടിൽ നിന്ന് എടുക്കുന്ന ബോട്ടായിരുന്നു. അത് 10:45 കഴിഞ്ഞ ഉടനെ രാജപുരത്ത് വന്ന് ആ ബോട്ടിലേറിയാണ് ഞാനിപ്പോൾ ഇവിടെ ആലപ്പുഴ വന്നത്.